രണ്ട് ഭൂഖണ്ഡങ്ങളിലായി നിലകൊള്ളുന്ന ഒരു രാജ്യം. ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും സംസ്കാരം ഒരേപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു രാജ്യം. ഓട്ടോമൻ സാമ്രാജ്യം എന്നറിയപ്പെട്ടിരുന്ന തുർക്കിയിലാണ് ഇന്ന് നമ്മളുള്ളത്. ഗുഹാവീടുകൾ കൊണ്ടും ഹോട്ട് എയർ ബലൂൺ കൊണ്ടും പ്രശസ്തമായ തുർക്കിയിലെ കപ്പഡോക്കിയ എന്ന സ്ഥലത്തെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. കപ്പഡോക്കിയ എന്ന സ്ഥലം പ്രസിദ്ധമായിരിക്കുന്നത് അവിടുത്തെ കേവ് ഹൗസസ് കൊണ്ടാണ്. ഗുഹകൾക്കുള്ളിൽ പള്ളികളും വീടുകളും എല്ലാം നിർമ്മിച്ച് ആദിമ ക്രിസ്ത്യാനികൾ അവിടെ ജീവിച്ചിരുന്നു. റോമൻ പീഡനങ്ങളിൽ നിന്നും അഭയം നേടിയ ആദിമ ക്രിസ്ത്യാനികളായിരുന്നു അവിടുത്തെ നിവാസികൾ. ടഫ് എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത ചാരത്തിൽ നിന്നും രൂപം കൊണ്ട മൃദുവായതും എളുപ്പത്തിൽ കൊത്തിയെടുക്കാവുന്നതുമായ പാറ ഉപയോഗിച്ചാണ് അവർ ഈ വിശാലമായ ഭൂഗർഭവാസ സ്ഥലങ്ങളും പള്ളികളും നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ധാരാളം ഈ കുന്നുകൾ പോലെ കാണുന്നില്ലേ? ഇതിനുള്ളിലെല്ലാം ഗുഹകളുണ്ട്. പക്ഷേ ഈ ഗുഹകൾക്കുള്ളിൽ ആളുകൾ ഇപ്പോൾ താമസിക്കുന്നില്ല. പക്ഷേ ചിലതിൻ്റെ ഉള്ളിൽ അവർ ഹോട്ടലുകൾ പണിത് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്ത് നല്ല ബിസിനസ്സായി അവിടെ ജീവിക്കുന്നുണ്ട്. ഞങ്ങളും 2 ദിവസം ഇതുപോലെയുള്ളൊരു കേവ് ഹോട്ടലിനുള്ളിലാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ പോണത് ഗൊറേമെ ഓപ്പൺ എയർ മ്യൂസിയം കാണാനാണ്. ഇവിടെ ക്യാമ്പസൊക്കെ ഉണ്ട്. ഇതാണ് ഗൊറേമെ ഓപ്പൺ എയർ മ്യൂസിയം. ഇങ്ങനെ കയറി പോകണം കേട്ടോ. ഈ ബ്രിഡ്ജ് ഇങ്ങനെ കയറി വേണം ഇതിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട്. കുറേ നടക്കാനുണ്ട്. അതുകൊണ്ട് ഇവർ പറഞ്ഞ നല്ല നൈസ് വാക്കിംഗ് ഷൂസ് വേണം എന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ കേവിൻ്റെ ഉള്ളിൽ മുഴുവനും കാണുന്നത് ചേർച്ചസ് ആണ്. കുറേ ചേർച്ചസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ചർച്ചിൻ്റെ ഉള്ളിൽ പോയി ഫോട്ടോ എടുക്കാൻ അലൗഡ് അല്ല. അത് അവിടെ ഇങ്ങനെ പിക്ചറൊക്കെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ചർച്ചിൻ്റെ ഉള്ളിൽ നമുക്ക് കയറി ജസ്റ്റ് കാണാം. മൊബൈലെല്ലാം സ്വിച്ച് ഓഫ് ചെയ്യണം. അങ്ങനെയാണ്. സെയിൻറ്റ് ജോർജിൻ്റെ ചർച്ച് ഉണ്ട്. അവിടെ സ്നേക്ക് ചർച്ച് എന്ന് അതിൻ്റെ പേര്. പിന്നെ സെയിൻറ്റ് ബേസിൽ ചർച്ചുണ്ട്, സാന്റ ചർച്ച്, ഡാർക്ക് ചർച്ച്, അങ്ങനെ ഒത്തിരി ചർച്ചസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 2 ചർച്ച് കയറി കണ്ടു. ഇനി അടുത്തത് കയറി കാണാൻ പോവാനും പക്ഷെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഇതൊരു ചർച്ചാണ് നമ്മൾ കയറി കാണാൻ പോകുന്നത്. കണ്ടോ ലൈനിലെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ? കേവിൻ്റെ ഉള്ളിലാണ് ചർച്ച്. ഈ ഗൊറേമെ ഓപ്പൺ എയർ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ 8 ക്രിസ്ത്യൻ പള്ളികളും 3 ചാപ്പൽസും ഒരു മൊനാസ്ട്രി, ഒരു ഗ്രേവ് സൈറ്റും ഉണ്ട്. പിന്നെ ഈ ചർച്ചും ചാപ്പൽസും എല്ലാം ഉണ്ടാക്കിയേക്കുന്നത് ഈ റോക്ക് മൗണ്ടൻസിൻ്റെ ഉള്ളിൽ ചെത്തിമിനിക്കിട്ടാണ്. കാരണം അത് ഇറോഷൻ കൊണ്ട് നാച്ചുറലി ഉണ്ടായി വന്നിട്ടുള്ള റോക്ക് മൗണ്ടൻസാണ് ഇതെല്ലാനും. അപ്പോൾ ഞാനും കയറി ഒരു ഗുഹയുടെ ഉള്ളിലേക്ക്. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൻ്റെ ഉള്ളിൽ നിന്നും കണക്റ്റഡായിട്ട് അടുത്തതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോകാൻ പറ്റും. കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കയറി പോകാനായിട്ട്. എന്നാലും ഞാൻ ട്രൈ ചെയ്തു.